ജില്ലാ കലോത്സവത്തിന് സർവം സജ്ജമായി പോലീസ് സേനയും. ആലത്തൂരിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിന് സർവ്വസുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി കാക്കിസേന. ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ 100ഓളം പോലീസുകാരാണ് മേളയ്ക്കുള്ള സുരക്ഷയൊരുക്കുന്നത്. കുട്ടികൾക്ക് യാത്രയ്ക്കും വേദികളെക്കുറിച്ചും വിവരങ്ങൾ നൽകിയും വഴികാട്ടിയുമായെല്ലാം പോലീസ് പ്രശംസാർഹമായ സേവനമാണ് കാഴ്ചവെക്കുന്നത്. രാവിലെ പോലീസ് ആസ്ഥാനത്ത് ഡിവൈഎസ്പിയുടെ പോലീസുകാർക്കുള്ള ബ്രീഫിംഗ് നടത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായി അത് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടയാകാൻ വേണ്ടി പാടില്ല. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലല്ല നമ്മൾ ജോലി ചെയ്യുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയുക. ഒരു കലാമത്സര രംഗത്താണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജില്ലയിൽ നിന്നും വിവിധ സ്കൂളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതല്ലാതെ ഒരു അക്രമാസക്തമായിട്ടുള്ള ജനക്കൂട്ടത്തെ നേരിടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തന്മയത്വത്തോടു കൂടിയിട്ട് 4 ദിവസം ഡാൻസും പാട്ടും മിമിക്രിയും എല്ലാം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ട് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധ ഉണ്ടാകാം. ഇതിൽ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ തെരഞ്ഞെടുപ്പും ശബരിമല ഡ്യൂട്ടിയും ഒരുമിച്ച് വന്നുകൊണ്ട് നിങ്ങളെ ആദ്യം ഞങ്ങൾ ടേൺ ആയിട്ട് ഡ്യൂട്ടി ഇട്ടപ്പോൾ നമുക്ക് ഏതാണ്ട് 200-ലധികം ആളുകളെ നമുക്ക് ആവശ്യമായി വന്നപ്പോൾ അത്രയും മാൻ പവർ നമുക്ക് ജില്ലയിൽ നിന്ന് ലഭിക്കില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നമുക്ക് ആ ടേൺ ഡ്യൂട്ടി ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ആ ടേൺ ഡ്യൂട്ടി ഒഴിവാക്കി എന്നുള്ള പേരിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ചില സ്റ്റേജിൽ നമുക്ക് ഒരു വൈകുന്നേരം 6 മണിയോടുകൂടി നമുക്ക് പ്രോഗ്രാംസ് അവസാനിക്കും. ചില സ്റ്റേജ് 8 മണി വരെ പോകും, ചിലത് 10-11 മണി വരെ പോകും. എന്ത് വന്നാലും ഒരു 10 മണിക്കപ്പുറം നിങ്ങളെ ഡ്യൂട്ടിയിലേക്ക് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് SP സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ 10 മണിക്ക് ശേഷം വരുന്ന ഡ്യൂട്ടികൾ സബ് ഡിവിഷനിലെ പോലീസ് നൈറ്റ് പട്രോൾ ആളുകളെ കൊണ്ടും അതേപോലെ തന്നെ ജില്ലാ എമർജൻസി ടീമിനെ ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മംഗലം ഡാം, വടക്കഞ്ചേരി ക്യാമ്പ് എന്നിവിടങ്ങളിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സിവിൽ പോലീസ് ഓഫീസർമാരും സ്ഥലത്തെത്തി ചുമതല ഏറ്റെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.